ചാപ്റ്റർ 1 സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസ്. എന്താണ് ശ്രേണി അഥവാ സീക്വൻസ്? നിങ്ങൾ ട്രെയിൻ കണ്ടു കാണുമല്ലോ, അതിൻ്റെ ബോഗികൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ബോഗി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതായത് ഒരു പ്രത്യേക അകലത്തിലാണ് അതിൻ്റെ ബോഗികൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു സീക്വൻസിന് മികച്ച ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ച് നമ്പർ കാണുന്നു, അതായത് 1, 3, 5, 7 എക്സെട്ര. ഇവിടെ ഒന്നാം പദം 1 ആണ്, അതുപോലെ രണ്ടാം പദം 3 ആണ്, തേർഡ് ടേം ഈസ് 5 ആൻഡ് ഫോർത്ത് ടേം ഈസ് 7. ഇവിടെ ഒന്നാം പദം അഥവാ ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിലേക്ക് എത്താനുള്ള ദൂരം എത്രയാണ്? ആ ദൂരം അഥവാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേമിൽ നിന്നും ഒന്നാം പദം അഥവാ ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് 3 - 1 = 2. അതേപോലെ സെക്കൻഡ് ടേമിൽ നിന്നും മൂന്നാം പദം അഥവാ തേർഡ് ടേമിലേക്ക് എത്താനുള്ള ദൂരം കണ്ടുപിടിക്കാൻ മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദം കുറച്ചാൽ മതി. അങ്ങനെ ഇവിടെ എല്ലാ പദങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പദങ്ങളുടെയും ഒരു ഡിഫറൻസ് 2 ആണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത പദം എത്രയായിരിക്കും? അതായത് 7ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത പദം കിട്ടുന്നു. അതായത് 7 + 2 = 9. 7 കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത ടേം എന്ന് പറയുന്നത് 9 ആണ്. ഇങ്ങനെ ഒരു നമ്പറിന്റെ തൊട്ടുപുറകിൽ മറ്റൊരു നമ്പറിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംഖ്യകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന് നമുക്ക് നോക്കാം. 1, 5, 7, 10, 11, 15 എക്സെട്ര. ഇവിടെ ഓരോ ടേമും തമ്മിലുള്ള ഡിഫറൻസ് അഥവാ വ്യത്യാസം നോക്കുകയാണെങ്കിൽ 1ൽ നിന്നും 5ലേക്ക് എത്താനുള്ള ദൂരം നമുക്കറിയാം, അത് 4 ആണ്. അതുപോലെ 5ൽ നിന്ന് 7ലേക്ക് എത്താനുള്ള ദൂരം 2 ആണ്. 7ൽ നിന്ന് 13ലേക്ക് എത്താനുള്ള ദൂരം 6. അതായത് ഇവിടെ തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ ഡിഫറൻസ് അത് സെയിം അല്ല, അത് തുല്യമല്ല. സോ ദിസ് ഈസ് നോട്ട് എ സീക്വൻസ്, അല്ലെങ്കിൽ ഇതൊരു സംഖ്യാശ്രേണി അല്ല. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1, 4, 9, 16 എക്സെട്ര. ഇത് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പറിന്റെ വർഗത്തിന്റെ അതായത് സ്ക്വയറിന്റെ ഒരു സീക്വൻസ് ആണ്. അതായത് 1, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര ഇങ്ങനെ വരുന്ന ഒരു സീക്വൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഈ സീക്വൻസ് ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഓരോ എണ്ണൽ സംഖ്യകളുടെ അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെയും സ്ക്വയറിന്റെ വർഗത്തിന്റെ ബേസിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സീക്വൻസ്. സീക്വൻസിന്റെ ഈ രീതി ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ശ്രേണിയും അഥവാ നമ്പർ സീക്വൻസും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. നാച്ചുറൽ നമ്പർ എന്താണെന്ന് നമുക്കറിയാം, അഥവാ എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5, 6 എക്സെട്ര. ഈ ഒരു ശ്രേണിയിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം അഥവാ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് അഥവാ ശ്രേണികളാണ് 1, 4, 7 എക്സെട്ര. അതേപോലെ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് 2, 5, 8 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ 1, 4, 7 എക്സെട്ര. ഇവിടെ ഓരോ ടേമും 3 കൊണ്ട് ആഡ് ചെയ്താണ് തൊട്ടടുത്ത ടേം എഴുതിയിരിക്കുന്നത്. സോ 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 7 + 3 10 ആണെന്ന് നമുക്ക് എഴുതാൻ കഴിയും. സോ നെക്സ്റ്റ് ടോപ്പിക്, ഓൾജിബ്ര ഓഫ് സീക്വൻസ് അഥവാ സംഖ്യാ ശ്രേണികളുടെ ബീജഗണിതം അഥവാ ആൾജിബ്ര. ഇത് കണ്ടുപിടിക്കുന്നത് ഒരു സംഖ്യാശ്രേണികളുടെ പൊതുരൂപം അഥവാ ജനറൽ ഫോം കാണാൻ വേണ്ടിയാണ്. ഇവിടെ സൈഡിന്റെ നീളം 1, 2, 3, 4 സെന്റിമീറ്റേഴ്സ് വരുന്ന സമചതുരങ്ങൾ അഥവാ സ്ക്വയേഴ്സ്
തന്നിരിക്കുന്നു. എന്താണ് ഈ സ്ക്വയേഴ്സിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റേഴ്സ്? പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവ് കാണാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ? ദാറ്റ് ഈസ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4 into 1 സൈഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ക്വയേഴ്സിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന സ്ക്വയേഴ്സിൻ്റെ ചുറ്റളവിൻ്റെ ശ്രേണി എന്താണ്? 4 into 1, 4 into 2, 4 into 3, then 4 into 4, etc. ഇവിടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം 4 ആണ്, സെക്കൻഡ് ടേം 8 ആണ്, മൂന്നാം പദം 12 ആണ്, ഫോർത്ത് ടേം 16. ഇനി ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ഥാനം അഥവാ പൊസിഷൻ എന്താണ്? 4 എന്ന ഫസ്റ്റ് ടേമിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ 1 ആണ്. 8 എന്ന സെക്കൻഡ് ടേമിൻ്റെ അഥവാ രണ്ടാം പദത്തിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ 2 ആണ്. തേർഡ് ടേമിൻ്റെ അഥവാ 12ൻ്റെ ആ പൊസിഷൻ വരുന്നത് 3 ആണ്. അങ്ങനെ തേർഡ് പൊസിഷനിലുള്ളത് 12ഉം ഫോർത്ത് പൊസിഷൻ 16ഉമാണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേമിനെ x1 എന്നും സെക്കൻഡ് ടേമിനെ x2 എന്നും മൂന്നാം പദത്തിനെ x3 എന്നും നാലാം പദത്തിനെ x4 എന്നും കൊടുത്തു കഴിഞ്ഞാൽ x1 ഈക്വൽ ടു 4, x2 ഈക്വൽ ടു 8, x3 ഈക്വൽ 12 ആൻഡ് x4 ഈക്വൽ 16. അതായത് x1നെ 4 എന്ന് എഴുതിയാൽ x2നെയും x3യുടെയും x4നെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഇവിടെ ഒന്നാം പദമായ 4നെ 4 into ഫസ്റ്റ് പൊസിഷൻ എന്ന് എഴുതാമല്ലോ, 8നെ 4 into സെക്കൻഡ് പൊസിഷൻ, then 12 is equal to 4 into തേർഡ് പൊസിഷൻ ആൻഡ് 16 is equal to 4 into ഫോർത്ത് പൊസിഷൻ. ഇവിടെ ആ പദവും സ്ഥാനവും അഥവാ ടേമും പൊസിഷനും തമ്മിൽ ഒരു ബന്ധം കാണുന്നില്ലേ? എന്താണ് ആ ബന്ധം? ഓരോ ടേമും പൊസിഷൻ്റെ 4 മടങ്ങാണ്. ദാറ്റ് ഈസ് ഈച്ച് ടേം ഈക്വൽ ടു 4 times പൊസിഷൻ. അപ്പോൾ nth ടേം xn ആണെങ്കിൽ we can write xn equal 4 into n. That is xn equal to 4n is called the algebra of this sequence. അല്ലെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഈ സംഖ്യാശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നു. ഈ ബീജഗണിതം അല്ലെങ്കിൽ ഈ സംഖ്യാശ്രേണിയുടെ പൊതുരൂപം യൂസ് ചെയ്ത് നമ്മൾക്ക് 100ാമത്തെ ടേം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾക്കറിയാം xn is equal to 4n എന്നാണ്. സോ n ഈക്വൽ ടു 100 അഥവാ n-ന് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x100 is equal to 4 into 100, ദാറ്റ് ഈസ് 400. അതായത് ഇവിടുത്തെ 100ാമത്തെ പദം അഥവാ 100th ടേം എന്ന് പറയുന്നത് 400 ആണ്. നമ്മൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഓൾജിബ്ര ഓഫ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്? അതായത് ഇരട്ട സംഖ്യകളുടെ ശ്രേണികളുടെ ബീജഗണിതം കണ്ടുപിടിക്കുക. എന്താണ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി അഥവാ വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്? നമുക്കറിയാം 2, 4, 6, 8, etc. Here x1 is equal to 2 into 1, x2 is equal to 2 into 2, x3 is equal to 2 into 3, x4 is equal to 2 into 4, etc. ഇവിടെ പദങ്ങളും ആ പൊസിഷനും അഥവാ സ്ഥാനവും തമ്മിലുള്ള ബന്ധം റിലേഷൻ എന്താണ്? അതായത് ഈച്ച് ടേം ഈക്വൽ ടു 2 times ഇറ്റ്സ് പൊസിഷൻ. അതായത് പൊസിഷൻ്റെ 2 മടങ്ങാണ് ഓരോ പദവും. അങ്ങനെയെങ്കിൽ എന്താണ് n-ാം പദം അഥവാ nth ടേം? ദാറ്റ് ഈസ് xn ഈക്വൽ ടു 2 into n. ദാറ്റ് ഈസ് 2n ഈസ് ദ ഓൾജിബ്ര ഓഫ് ഈവൻ നമ്പേഴ്സ്. അതായത് 2n ആണ് ഇവിടെ ഇരട്ട സംഖ്യകളുടെ ശ്രേണികളുടെ ബീജഗണിതം.